അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. നമ്മൾ കിർഗിസ്ഥാനിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ്, ഡേ 4. ഇന്ന് നമ്മൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം റൂഹ് ഓർദോ ഇവിടുത്തെ ഒരു കൾച്ചറൽ മ്യൂസിയമാണ്. അത് കഴിഞ്ഞ് സെമണോക്ക വാലി, ഈ 2 സ്ഥലങ്ങളാണെന്ന് നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. റൂഹ് ഓർദോയുടെ ഏതാണ്ട് അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത് തന്നെയാണ്, ഇനി അധികം ദൂരമൊന്നുമില്ല. നല്ല ഫ്രഷ് ഓറഞ്ച് വെക്കുന്നുണ്ട്, നമ്മൾ വാങ്ങിച്ചൊരു കിലോ. നല്ല തിരക്കുണ്ട് അവിടെ. ഒരു കിലോ ഓറഞ്ചിന് ഇവിടെ 150 സ്വർണം. ഞാൻ കഴിച്ചു നോക്കി, നല്ല മധുരമുള്ള ഓറഞ്ചാണ്. കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വാങ്ങിക്കാമെന്ന് തോന്നി. ഇത് ട്രക്കിൽ നിർത്തി വെക്കുന്നതാണ്, അപ്പോൾ ഇനി എത്ര സമയം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ കുറച്ചധികം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഓറഞ്ച്, കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്, നല്ല എന്താ പറയുക, ജ്യൂസി ആയിട്ടുള്ള മധുരമുള്ള ഓറഞ്ചാണ്. കടയല്ല, വണ്ടി ഇട്ട് നിർത്തുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. ചൈനയിൽ നിന്നുള്ള ഓറഞ്ചാന്ന് പറഞ്ഞു, സൂപ്പറായിട്ട് സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റൂഹ് ഓർദോ മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനതിൻ്റെ എൻട്രൻസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. വീഡിയോ കുറച്ച് ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കും, കാരണം വെയിൽ നേരെ ഇങ്ങോട്ടാണ് അടിക്കണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ ഇസിക്കുൾ ലേക്ക് കാണാം. ആ കാണുന്നതാണ് ഇസിക്കുൾ ലേക്ക്. നേരെ കാണുന്നതാണ് ഇസിക്കുൾ ലേക്ക്. ഇസിക്കുൾ ലേക്കിന് ചുറ്റിപ്പറ്റിയിട്ട് ആണ് ഇവിടുത്തെ ഒട്ടുമിക്ക ലാൻഡ് മാർക്സ് ഉള്ളത്. അപ്പോൾ മെല്ലെ മെല്ലെ ഓരോ സംഭവങ്ങൾ നമ്മൾ നോക്കട്ടെ. ഇത് അത്യാവശ്യം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചോൾപ്പണാട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടേക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 500 സോമാണ് പെർ പേഴ്സൺ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കണ്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അഞ്ച് മണി, 6 മണി, 7 മണി. മതി 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 മതി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഇസിക്കുൾ ലേക്ക്, അവിടെ ഇസിക്കുൾ ലേക്കിലേക്കുള്ള വ്യൂ ആണ് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ലേക്കിൻ്റെ വ്യൂ ആണ്.
നല്ല രസമാട്ടോ അവിടെ. നല്ല തണുത്ത കാറ്റുണ്ട്, തണുപ്പുണ്ട് എന്നാലും സുഖമുള്ളൊരു തണുപ്പാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. ഇറ്റ്സ് ടു ഗുഡ്. ഇതാണ് യുർത്ത് എന്ന് പറയുന്നത്, YURT, യുർത്ത്. ഇത് കിർഗിസ് സ്റ്റൈലിലുള്ള ഒരു എന്താ പറയുക, ഒരു ഹട്ടാണ്. ഇത് മരങ്ങളും പിന്നെ കുറച്ച് എന്താ പറയുക ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു യുർത്ത് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. മരങ്ങളും പിന്നെ കുറേ കാർപ്പറ്റ്, ഫാബ്രിക്സ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം. ഇതിൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്കിയേ, ശരിക്കും നമ്മളെ അറബിക്ക് ഒരു മജ്ലിസ് പോലുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇസീക്കുൾ ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലുള്ളത്. ഈ മൗണ്ടൻസും ഇവിടെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു റോഡും പിന്നെ ഈ കാണുന്നത് മൊത്തം ഇസീക്കുൾ ലേക്കാണ്. പിന്നെ നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. La 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 lo 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 ഓരോ Come down, come down. Yo, this your body, you put in my heart for lockdown, for lockdown, for lockdown. Yo, you sweet like phantom, phantom. If I tell you say I love you, you know they for me young girl, oh young girl. No tell me no, 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 no. Oh, 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 oh. You gon' give me a lo, 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 lo. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഒരു കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം സെമണോവ്ക വാലി എത്തിയിരിക്കുകയാണ്. ഇവിടെ
എന്താ പറയുക, ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ മഞ്ഞാണ്. അതായത് ഒരു പ്രോപ്പർ വാലിയാണ്, കെറിച്ചിൻ വാലി എന്നും പറയും ഈ വാലിനെ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട് അതുവാ, തണുപ്പുണ്ട്. ആ നല്ല തണുപ്പുണ്ട്. ഗ്ലൗസ്, മഫ്ലർ, മങ്കി ക്യാപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ലോണം ലെയറിങ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടില്ല, കാരണം അല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ സ്ഥലം അടിപൊളിയാണ്. ഇതാ ബാക്കിലെ വ്യൂ ഉണ്ടില്ലേ, സൂപ്പർ വ്യൂ ആണ്, ഇട്ടില്ല വ്യൂ ആണ്, രക്ഷയില്ല. ഓക്കെ, ഇവിടെ കുറച്ച് നേരം നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ പോകും. അധികം നിൽക്കാനും പറ്റില്ല. അപ്പോൾ സെമണോവ്ക വാലി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കിർഗിസ്ഥാൻ പോകുന്നവർക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സെമണോവ്ക വാലി. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആ ഒരു മൗണ്ടൻസും വാലിയും ഒക്കെ കാണാൻ നല്ല രസമാണ്. മാത്രമല്ല നല്ല ഒരുപാട് ഭംഗിയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. സൺസെറ്റിൻ്റെ ടൈമൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മാത്രമല്ല ഡേ 5 ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ പോപ്പുലർ സ്കീയിങ് ഡെസ്റ്റിനേഷനായ കരാക്കോളാണ്. അത് മാത്രമല്ല നമ്മുടെ സ്വന്തം നൂർഗാസി പ്രിപ്പയർ ചെയ്യുന്ന സ്പെഷ്യൽ ബാർബക്യും കൂടി ഉണ്ട്. അത് നമ്മൾ കിർഗിസ്ഥാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് കഴിക്കാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.